ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. മോളേൻ രാജുവിനെ ഇതുവരെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ശേഖരൻ പറയുവാണ്. അതിന് രാജുവിന്റെ വീട്ടിലും പിറന്നാളാഘോഷം കാണില്ലേ ശേഖരേട്ട എന്ന് യാമിനി പറയുന്നുണ്ട്. അവര് വരുമെന്ന് കരുതി ചേട്ടനൊന്ന് നേരത്തെ വന്നിട്ടുണ്ട് എന്ന് ശേഖരൻ പറയുന്നുണ്ട്. അതിനെന്താ, ചേട്ടൻ ഇവിടെ ഇരുന്നാലും ചേട്ടന്റെ ജോലി നോക്കും, അകത്തിരുന്ന് ഫയല് നോക്കുക. ഈ സമയം അംബികയും ദീപക്കും താഴോട്ട് ഇറങ്ങി വരുവാണ്. ദേണ്ട അപൂർവമായ അമ്മയും മകനും വരുന്നുണ്ട്. ഇങ്ങനൊരു മാതാവും പുത്രനും ഭാരതത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ശേഖരൻ പറയുമ്പോൾ യാമിനി പറയും, അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ ശേഖരേട്ട, ഒന്ന് പതുക്കെ പറ, അവരെങ്ങാനും കേൾക്കും. അവരങ്ങനെയൊക്കെ പെരുമാറിയാലും നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടില്ല. ഒന്നുമില്ലെങ്കിലും ശേഖരേട്ടൻ്റെ ചേച്ചിയല്ലേ. അംബിക അവരെ നോക്കിയിട്ട് ദീപക്കിനോട് പറയാം, എൻ്റെ ആങ്ങളെയും അവൻ്റെ കുടുംബവിളക്കായ ഭാര്യയും ചേർന്ന് പറയുന്നതേ നമ്മളെക്കുറിച്ചുള്ള പാരകളാ. ഈ രണ്ട് വിഷജന്തുക്കളിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ആർക്കാണെന്ന് അറിയാവോടാ ദീപക്കെ? അതെന്ത് ചോദ്യം അമ്മേ? അമ്മയുടെ ആങ്ങളയ്ക്ക് തന്നെ, എൻ്റെ അമ്മാവന്, ആ യൂസ്ലെസ്സിന് തന്നെ. അംബിക പറയുക, ആ രണ്ടിനെയും കൂടെ അരച്ചു കലക്കി ഒരു കഷായം ഉണ്ടാക്കി തന്നാൽ ഞാനതങ്ങ് കുടിക്കും. അംബികയും ദീപക്കൂടെ ശേഖരൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ശേഖരനും യാമിനിയും അങ്ങ് എഴുന്നേൽക്കുവാണ്. അംബിക പറയുക, വേണ്ട ശേഖര, നീ അവിടെ ഇരുന്നു, മര്യാദയൊക്കെ മനസ്സിൽ മതി. നിനക്കെന്നോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ. ഇരിക്കാതെ അവിടെ നിൽക്കുന്ന ദീപക്കിനെ നോക്കി എന്നിട്ട് അംബിക പറയാം, എടാ ദീപക്കെ, കുഞ്ഞമ്മാവൻ അവിടെ ഇരിക്കുന്നെന്ന് കരുതി നീ ഇരിക്കാതൊന്നും ഇരിക്കണ്ട, നീ ഇവിടെ ഇരിക്കടാ എന്നും പറഞ്ഞ് ദീപക്കിനെ അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അംബിക ചോദിക്കുന്നു, എവിടെ സൂര്യമംഗലം കൊട്ടാരത്തിലെ മഹാറാണി സാക്ഷാൽ സരസ്വതി വർമ്മ? ഇനിയിപ്പോൾ കുതിരകളെ പൂട്ടിയ രഥത്തിലെ ഇങ്ങോട്ട് എഴുന്നള്ളത്തുള്ളോ? എന്തിനാ ചേച്ചി അവരെ പരിഹസിക്കുന്നത്? ഒരു കാലത്ത് നമ്മൾ അവരുടെ ആശ്രിതരല്ലായിരുന്നോ? സത്യത്തിൽ ചേച്ചി അവരുടെ വേലക്കാരിയല്ലായിരുന്നോ? ശേഖർ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ ഒറ്റക്കടിക്ക് കൊല്ലാനുള്ള ദേഷ്യത്തോടെ അംബിയെ ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് ശേഖരനോട് ചോദിക്കുന്നു, നീ നിന്റെ ചേച്ചിയെ അവരുടെ വേലക്കാരിയാക്കിയല്ലേ? അതിന് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? സത്യം പറയുമ്പോൾ ചേച്ചി എന്തിനാ ഇങ്ങനെ മുഖം ചുളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒന്നും നുണയല്ലല്ലോ എന്ന് ശേഖരൻ പറയുമ്പോൾ പെട്ടെന്ന് ദീപക്ക് പറയാം, അല്ലെങ്കിലും കുഞ്ഞമ്മാവന് എൻ്റെ അമ്മയെ കളിയാക്കലിച്ചിരി കൂടുതലാണ്. എൻ്റെ അമ്മയെ എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ കളിയാക്കുമ്പോഴേ ഞാൻ എപ്പോഴും ഇങ്ങനെ സഹിക്കണമെന്നില്ല. അതിന് നിനക്ക് സുഖിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനോടാ? നിന്റെ സുഖം നോക്കിയാണോ ഞാൻ ജീവിക്കേണ്ടത്? ശേഖരേട്ടാ വേണ്ട എന്നിങ്ങനെ യാമിനി പറയുമ്പോൾ ശേഖരൻ പറയുന്നു, അവൻ എന്നോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചത് കണ്ടില്ലേ? ഈ സമയം സരസ്വതി അമ്മ അങ്ങോട്ട് വന്നിട്ട് യാമിനിയോട് ചോദിക്കുന്നത്, കുട്ടികൾ ഇതുവരെ വന്നില്ലല്ലോ, എന്താ അവർ ഇത്രയും താമസിക്കുന്നത്? അപ്പോൾ യാമിനി ശേഖരനോട് പറയുന്നു, ശേഖരേട്ടാ ഒന്ന് വിളിച്ചു നോക്കവരെ. ശരി, ഞാൻ ഇപ്പം വിളിക്കാന്ന് പറഞ്ഞ് ശേഖരൻ ഫോൺ എടുക്കുമ്പോൾ ബൈക്കിൽ രാജുവും ഹൃദയയും കൂടെ അങ്ങോട്ട് വരുവാണ്. പുറത്തൊരു പുതിയ കാറ് കിടക്കുന്ന രാജു കാണുന്നുണ്ട്. പക്ഷെ രാജു ഒന്നും ചോദിക്കുന്നില്ല. സന്തോഷത്തോടെ യാമിനി പറഞ്ഞു, വേണ്ട കുട്ടികൾ എത്തിയല്ലോ. അങ്ങനെ രാജുവും ഹൃദയം കൂടെ അങ്ങോട്ട് കയറി വരുന്ന കണ്ടുകൊണ്ട് അംബിക പറയാം, ഇവനെ പലയിടത്തും വിട്ടത് എൻ്റെ കുഴപ്പമാണ്. അത് കേട്ടിട്ട് ദീപക് പറയാം, എൻ്റെ അമ്മയൊന്ന് പതുക്കെ എങ്ങണം പറ, അവരുടെ കാതിൽ കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അമ്മയുടെ കരണം പൊത്തിയവരടിക്കും. അമ്മമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഹൃതിക ഓടി വന്ന് സരസ്വതി അമ്മയെ കെട്ടിപ്പിടിക്കുവാണ്. സരസ്വതി അമ്മയെ അതേ സ്നേഹത്തോടെ കുഞ്ഞുമോളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. യാമിനിക്കും ശേഖരനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പെട്ടെന്ന് സരസ്വതിയമ്മ പറയുന്നു, രാജു നിനക്കെൻ്റെ പിറന്നാൾ ആശംസകൾ. കൈകൂപ്പി പുഞ്ചിരിച്ചുകൊണ്ട് രാജു പറയുന്നു, താങ്ക് യു അമ്മാമ്മേ, ഹാപ്പി ബർത്ത്ഡേ രാജു എന്ന് ശേഖരനും പറയുന്നുണ്ട്. താങ്ക് യു സാർ എന്ന് രാജു പറയുമ്പോൾ സാറല്ല ചെറിയച്ഛൻ. അങ്ങനെ യാമിനിയും അംബികയും ദീപക്കും ഒക്കെ പിറന്നാൾ ആശംസകൾ രാജുവിന് പറയുന്നുണ്ട്. അപ്പോൾ ഹൃതിക യാമിനിയോട് ചോദിക്കുന്നു, അച്ഛനും ഇല്ലേ ചെറിയമ്മേ? ഉണ്ട് മോളെ, ഞാനിപ്പോൾ ചേട്ടനെ വിളിക്കാം എന്ന് പറയുമ്പോൾ പ്രതാപൻ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. നിങ്ങൾ എത്തിയോ എന്ന് സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് വരുവാണ് പ്രതാപൻ. എന്നിട്ട് രാജുവിൻ്റെ കൈക്ക് പിടിച്ചിട്ട്, രാജു നിനക്കെൻ്റെ പിറന്നാൾ ആശംസകൾ എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. താങ്ക് യു സാർ എന്നിങ്ങനെ രാജു പറയുമ്പോൾ പ്രതാപൻ പറയുന്നു, ഞാൻ നിനക്കൊരു പിറന്നാൾ സമ്മാനം തരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അംബികയ്ക്കാകെ ടെൻഷനായി. എന്നിട്ട് ദീപക്കിനോട് പറയുന്നു, എടാ എന്താടാ പിറന്നാൾ സമ്മാനം? ഈ വീടും പറമ്പും എല്ലാം കൂടി ഇനി അവൻ രാജുവിന് എഴുതി കൊടുക്കാൻ പോവാണോ? പ്രതാപൻ രാജുവിനോട് പറയുന്നു, നീ ഇങ്ങോട്ട് വന്നപ്പോൾ പുറത്തൊരു കാറ് കിടക്കുന്ന കണ്ടില്ലേ? ആ കണ്ടു സാറേ, അത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ എന്ന് പറയുമ്പോൾ രാജു വിശ്വസിക്കാനാകാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആ കാറാണ് ഇത്തവണത്തെ നിന്റെ പിറന്നാൾ സമ്മാനം, ദാ ചാവി പിടിച്ചോ എന്നിങ്ങനെ പ്രതാപം പറയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. പക്ഷെ അംബികയ്ക്കും മോനും കടന്തൽ കുത്തിയ പോലെ ആയി മുഖം. പ്രതാപൻ അങ്ങനെ കാറിന്റെ കീ കൊടുക്കുമ്പോൾ രാജു വാങ്ങിക്കാതെ ഇങ്ങനെ മടിച്ചു നിൽക്കുവാണ്. ഇതാ വാങ്ങിക്ക് രാജു എന്നിങ്ങനെ പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട്. അയ്യോ, എനിക്ക് ഇത്രയും വലിയ പിറന്നാൾ സമ്മാനമൊന്നും വേണ്ട സാർ. അത് കേട്ടിട്ട് ശേഖരൻ ചോദിക്കുന്നു, എന്താ രാജു ഇങ്ങനെയൊക്കെ? സരസ്വതി അമ്മ പറയുന്നു, രാജു പ്രതാപൻ നിന്റെ ബോസ് മാത്രമല്ല, നിന്റെ ഭാര്യയുടെ അച്ഛനും കൂടിയാണ്. അതുകൊണ്ട് ആ കാറിന്റെ കീ അങ്ങോട്ട് വാങ്ങിക്കേ. അപ്പോൾ രാജു പറയാം, സാർ ഞാൻ സാറിനെ ധിക്കരിക്കുന്നതല്ല, ആ കാറിനേക്കാളും എനിക്ക് വലുത് സാറ് തന്ന ബൈക്കാണ്, എനിക്കത് മതി, എനിക്ക് അതിൽ യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം. അത് കേട്ടിട്ട് പ്രതാപൻ പറയുന്നു, അതാണ് നിന്റെ ഇഷ്ടമെങ്കിലേ കാറ് തരുന്നതാണ് എൻ്റെ ഇഷ്ടം.
എന്നിട്ട് ആ കാറിന്റെ കീ പ്രതാപൻ ഋതികയുടെ കയ്യിൽ കൊടുക്കുവാണ്. ഋതിക അത് സന്തോഷത്തോടെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറയുന്നു, നീ ഇത് നിന്റെ മുറിയിൽ കൊണ്ടുവെക്ക്, ഈ കാർ ഞാൻ നിനക്ക് വേണ്ടി തന്നതാണ്, നിനക്ക് ആവശ്യമുള്ളപ്പോൾ കാർ എടുത്താൽ മതി. അതല്ലേ അമ്മേ ശരി എന്ന് സരസ്വതി അമ്മയോട് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് 100% ശരി. പക്ഷെ നിന്റെ ഈ മരുമകനെ ഉണ്ടല്ലോ കുറെ ശരികൾ പഠിപ്പിക്കാനുണ്ട്. അതിനി പ്രതാപ നീ പഠിപ്പിക്കണോ അതോ ഞാൻ പഠിപ്പിക്കണോ? ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. ഇവന് ചേരുന്ന ഒരു ഭാര്യയെ തന്നെ ദൈവം ഇവന് കൊടുത്തത്. പാവങ്ങളായ ഒരു നവദമ്പതികൾ. ഇത് കേട്ട് പ്രതാപൻ പറയുന്നു, ഇവനെ എന്നെ പോലെ അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാക്കിയാൽ മതി, പെട്ടെന്ന് സകല അഭ്യാസങ്ങളും പഠിച്ചോളും. ഈ സമയം പ്രതാപന് ഒരു ഫോൺ വരുന്നുണ്ട്. ആ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് പ്രതാപൻ കുറച്ച് മാറി നിന്ന് സംസാരിക്കുവാണ്. റൂമിലോട്ട് വന്ന ദീപക്ക് ഭയങ്കര ദേഷ്യത്തോട് അംബികയോട് പറയുക, അവന്റെ പിറന്നാളിന് കാറ്, എന്റെ പിറന്നാളിനെ ഒരു നാരങ്ങാ മുട്ടായി പോലും ഈ അമ്മാവന്മാര് തന്നിട്ടില്ല. വെറും ഒരു ഡ്രൈവറുടെ മകൻ, വെറും 7ാം കൂലി. അവനാണെങ്കിൽ ഇവരുടെ മരുമകന്, അത് മനസ്സിലാക്കണം. അത് കേട്ട് അംബിക പറയാ, നീ മരുമകനാണെന്ന് പേരിന് മാത്രമല്ല ഉള്ളു, ഇപ്പോൾ മരുമകൻ രാജുവല്ലേ, മകളെ കെട്ടിയവൻ. നീ ഇനി മരുമകനാണെന്ന് പറയാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല. വെറും അനന്തരവൻ മാത്രമാണ് നീ. നിനക്കായി അവനൊരു മകളെ സൃഷ്ടിച്ചിരുന്നു, ഈ കാണുന്ന സ്വത്തുക്കളും. പക്ഷെ രാജു എന്ന് പറയുന്ന ഒരു കാക്ക വന്ന് അതങ്ങ് കൊത്തിക്കൊണ്ട് പോയി. നീ ഉള്ളത് ഈ സ്വത്തുക്കൾ മാത്രമാണ്, അത് വിട്ടുകളയാതെ അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് നീ എന്തെങ്കിലും കളിക്കാൻ നോക്ക്, എങ്കിൽ മാത്രമേ നിനക്കെന്തെങ്കിലും രക്ഷയുള്ളൂ. അപ്പോൾ ദീപക്കിന് ദേഷ്യം വരും. അമ്മേ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അമ്മ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരില്ലേ? എന്റെ മുന്നിൽ വെച്ച് രാജുവിന് കാറ് കൊടുത്തതേ അത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ? അതിലെന്താടാ സംശയം? നിന്നെ അവർ ഒരു മുഖവിലയ്ക്കും എടുത്തിട്ടില്ല. അല്ലാത്ത അവജ്ഞയാണ് എന്റെ ആങ്ങളമാർക്ക് നിന്നോട്. ഇങ്ങനെ പാനിക് ആകല്ലേടാ ദീപക്കെ. ഞാൻ പിന്നെ എങ്ങനെ പാനിക് ആകാതിരിക്കും? ഉരമ്പകാവിൽ ഉത്സവേ 10 ദിവസമാ ഈ അമ്മാവന്മാർ എനിക്ക് കുട്ടിക്കാലത്തൊരു കളിപ്പാട്ടം പോലും മേടിച്ച് തന്നിട്ടില്ല. എന്നിട്ട് ഇന്നലെ കണ്ട ഒരു അലവലാതിക്ക് കാറ്. അതിന് അമ്മാവന്മാര് വാങ്ങി തന്നില്ലെങ്കിൽ നിനക്കെന്താ? നിനക്കിഷ്ടമുള്ളതൊക്കെ നിന്റെ ഈ അമ്മ വാങ്ങി തന്നിട്ടില്ലേ? അമ്മാവന്മാര് പോകാൻ പറയാവന്മാരോട്. നീ അമ്മാവന്മാരെ മിത്രങ്ങളായിട്ട് കരുതുന്നോണ്ടാ നിനക്ക് ഇത്ര വിഷമം. അവന്മാര് നിന്റെ ശത്രുക്കളാണെന്ന് നീ ഒന്ന് വിചാരിച്ചേ, അപ്പോൾ തന്നെ നിന്റെ ഈ സങ്കടമൊക്കെ അങ്ങ് മാറിക്കിട്ടും. നീ ഒന്ന് ചിരിച്ചേടാ മോനെ, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല എന്നിങ്ങനെ ദീപക്ക് ദേഷ്യത്തിൽ പറയുവാണ്. അംബിക പറയുക, പ്രതാപൻ ഇതുവരെ നിനക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഒന്നും തന്നിട്ടില്ല, അത് എനിക്കും അറിയാം. എന്നാൽ അതിന് പകരമായി പ്രതാപന്റെ ആ സിംഹാസനം ഞാൻ നിനക്കങ്ങ് തന്നാലോ? ഇത് കേട്ട് ദീപക്ക് ചോദിക്കുക, സിംഹാസനം എന്ന് വെച്ചാൽ? അത് തന്നെ, ഞാൻ പറഞ്ഞ സിംഹാസനം അത് തന്നെ. ഉദ്ദേശിച്ചത് മന്ത്രിക്കസേരയാണോ? അതേ മോനെ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അംബിക പറയുവാണ്. പ്രതാപന്റെ അകാല മരണത്തോടെ ഒഴിവാകുന്ന സീറ്റിൽ നിനക്ക് മത്സരിച്ചൊരു മന്ത്രിയായാലെന്താ? അത് കേട്ട് ദീപക്ക് സന്തോഷത്തോടെ ചോദിക്കുക, അമ്മ പറയുന്നതൊക്കെ സത്യമാണോ അമ്മേ? മോനെ ദീപക്കെ, അംബിക വർമ്മയുണ്ടല്ലോ ഇക്കാര്യങ്ങളിലൊന്നും നുണ പറയാറില്ല. അയ്യോ, ഞാൻ മന്ത്രി, എനിക്ക് പറ്റിയ പ്രൊഫഷൻ. എന്നാലും ഈ അഴിമതികളുടെ പെരുമഴയായിരിക്കും. 5 കൊല്ലം ഞാൻ ഭരിക്കും. ഞാനൊരു കോടീശ്വരനായിട്ട് പിന്നെ ലണ്ടനിലോട്ട് അങ്ങ് പോകും. എടാ ദീപക്കെ, ലണ്ടനിൽ ലഡാക്കും ഒക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പോഴവിടെ ഭക്ഷണത്തിന്റെ സമയമായി. നമുക്ക് അങ്ങോട്ട് ചെന്ന് ആ രാജുവിന്റെയും ഋതികനെയും സമാധാനം അങ്ങോട്ട് കളയാം. വാ, നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അംബികയും ദീപക്കോട്ട് ഡൈനിങ് ഹാളിലോട്ട് വരുവാണ്. സരസ്വതിയമ്മയും പ്രതാപനും രാജുവും ഋതികയും ശേഖരനും ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അവർക്കൊക്കെ യാമിനി സന്തോഷത്തോടെ ഇങ്ങനെ ആഹാരം വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അംബികയും മകനും അവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. ചേച്ചി കഴിക്കുന്നില്ലേ എന്നിങ്ങനെ അംബികയോട് പ്രതാപൻ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അംബികയുടെ ആ നിപ്പ് കണ്ടിട്ട് രാജുവിന് ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ല. പ്രതാപൻ രാജുവിനെ നോക്കി ചോദിക്കുന്നു, ഇതെന്താ ബർത്ത്ഡേക്കാരനിങ്ങനെ നാണം കുടുങ്ങിയിരിക്കുന്നത്? ഇന്ന് രാജുവാണ് ഇവിടുത്തെ VIP. പിറന്നാളുകാരന് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് ഇന്നിവിടെ എല്ലാവരും കഴിക്കുന്നത്. അങ്ങനെയല്ലേ യാമിനി എന്നിങ്ങനെ ചിരിച്ചോണ്ട് പ്രതാപൻ യാമിനിയോട് ചോദിക്കുമ്പോൾ യാമിനിയും പറയുന്നു, അതേ ചേട്ടാ. എന്നിട്ട് പ്രതാപൻ ഋതിയോട് പറയുന്നു, ഋതികെ, നീ നിന്റെ ഭർത്താവിനോട് ഭക്ഷണം കഴിക്കാൻ പറ. ഋതികയും സന്തോഷത്തോടെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നു രാജുവിനോട് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ രാജു ഭക്ഷണം കഴിക്കുവാണ്. സരസ്വതിയമ്മ പറയുന്നു, നിന്നോട് ഞാൻ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചതാ രാജു, നീ പ്രതാപന്റെ PM മാത്രമല്ല, ഇവിടുത്തെ ഋതികമ്മളുടെ ഭർത്താവാണ് നീ. അതായത് ഇവിടുത്തെ മരുമകൻ. നീ ഞങ്ങൾക്ക് മോൻ തന്നെയാ. അപ്പോൾ അംബിക ചോദിക്കുക, രാജുവിന് കാറ് വേണ്ടാന്ന് പറഞ്ഞ് സത്യമായിട്ടുമാണോ? അതിന് കാറ് വേണ്ടാന്ന് രാജു പറഞ്ഞില്ലല്ലോ, ബൈക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. കാറ് രാജു കൊണ്ടുപോയിക്കോളൂ, കീ ഋതുമോളുടെ കയ്യിൽ ചേട്ടൻ കൊടുത്തു കഴിഞ്ഞു എന്നിങ്ങനെ ശേഖരൻ പറയുവാണ്. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇവിടെ എത്രയോ കാറ് വെറുതെ കിടക്കുന്നു. കാർ ഇടയ്ക്കിടയ്ക്കെടുത്തൊന്ന് ഓടിച്ചില്ലെങ്കിലേ ഇതിന്റെ എഞ്ചിൻ കേടായി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് കേട്ടിട്ട് ദീപക്ക് പറയാ, അമ്മ പറഞ്ഞത് ശരിയാ. സരസ്വതിയമ്മ പറയുന്ന, ഒരു ഡ്രൈവറുടെ മകനല്ലേ രാജു? പ്രതാപനും പറയുന്നു, ചെറുപ്പകാലം മുതലേ കാറും ബൈക്കും ഒക്കെ ഓടിക്കുന്നവനാ രാജു. അതുകൊണ്ട് അവനെ ആരും വണ്ടിയുടെ കാര്യമൊന്നും പഠിപ്പിക്കേണ്ട.
അംബിക വിടുന്ന പാടില്ല. അല്ല രാജു, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കാർ ഷെഡ് ഉണ്ടോ? ഇല്ല മേഡം എന്നിങ്ങനെ രാജു പറയുമ്പോൾ അംബിക പറയാ, എങ്കിൽ വേഗം ഒരു കാർ ഷെഡ് ഞങ്ങൾ അങ്ങ് പണിയിപ്പിച്ചു തരാം. കാർ ഷെഡൊന്നും വേണ്ട മേഡം, ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീട്. ഓ, അത് ഞാൻ ഓർത്തില്ല. സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി ഇത് രാജുവിനെ കുത്തിയുള്ള വർത്തമാനമാണെന്ന്. സരസ്വതി അമ്മ പറയാം, അല്ലെങ്കിലും അംബികയ്ക്ക് പല കാര്യങ്ങളും ഓർമ്മ കാണത്തില്ലല്ലോ. എന്നാലേ അംബിക മറന്നുപോയ ചില കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. അല്ല, വെറുതെ ഒരു രസത്തിന്. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് അംബികയ്ക്ക് നല്ലതുപോലെ അറിയാം. അംബികയുടെ സംസ്കാരം അല്ലല്ലോ എൻ്റെത്. സ്വന്തം കണ്ണിൽ വലിയ തടിയിരിക്കുമ്പോഴേ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ പോവല്ലേ അംബികെ. നിങ്ങളുടെ പേരിൽ എത്രയെത്ര വീടുകളും ബംഗ്ലാവും ഉള്ളപ്പോൾ ഇനി വാടക വീട്ടിലൊരു താമസം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഏത് വീടാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ വീട്ടിലോട്ട് അങ്ങ് താമസം മാറാം. എന്നെ രാജു പറയുക, അമ്മയ്ക്കും അച്ഛനും അതൊരു മനപ്രയാസമുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പറ്റുമോ രാജു? സ്വന്തമായി അനവധി വീടുകളുള്ളപ്പോൾ ആരെങ്കിലും പോയി വാടക വീട്ടിൽ താമസിക്കുമോ? ഇതെന്തൊരു വിചിത്രമായ ഇടപാടുകളാ. ഋതിക അപ്പോൾ പറയുന്ന വേണുവെങ്കിലും രാധമ്മയ്ക്കും ആ വീടിനോട് എന്തോ ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് കേട്ട് ശേഖരൻ പറയുന്നു, എന്നാൽ നമുക്ക് ആ വീടിഞ്ഞ് വിലയ്ക്ക് വാങ്ങിക്കാം. അംബിക ഉടനെ പറയാം, ആ വീടെന്നാൽ രുക്മിണി കൊടുക്കില്ല. രുക്മിണി ആരാ മോൾ? എന്നാലേ മോഹവില കൊടുക്കാമെന്ന് പറയാൻ ചേച്ചി. മോഹവില കൊടുത്താലൊന്നും രുക്മിണി തരത്തില്ല. പ്രശ്നക്കാരിയായ സ്ത്രീ അല്ലേടാ ദീപക്കെ എന്ന് ചോദിക്കുമ്പോൾ ദീപക്ക് പറയാം, എനിക്ക് ആ സ്ത്രീയെ അറിയില്ല, അവരുടെ മോളെ അറിയില്ല. പിന്നെ അവരെക്കുറിച്ച് ഞാനെന്ത് പറയാനാ? പെട്ടെന്ന് അംബികയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ് ദീപക്കിനോട്. പ്രതാപൻ അപ്പോൾ പറയുക, ഈ വീട് മാറുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും വേണുവേട്ടനും രാജുവിനും ഒക്കെ അതിൻ്റെതായ ചില ഉറച്ച തീരുമാനങ്ങളുണ്ട്. എനിക്കിവരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പോകട്ടെ. ധൃതി പിടിച്ചിനി ഒരു തീരുമാനം എടുക്കണ്ട. അങ്ങനെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഞാനും അമ്മയും വേണുവേട്ടനും രാധമ്മയും മാത്രം ചേർന്നൊരു തീരുമാനം അങ്ങ് എടുക്കുക. അതുവരെ അവർ വാടക വീട്ടിൽ താമസിക്കട്ടെ. വീടൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ദേഷ്യത്തോടെ നിൽക്കുവാണ് അംബിക. ജയനും സുശീലിനും കൂടെ സംസാരിക്കുക. ജയൻ പറയുക, അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതല്ലേ ഇത്രയും പൈസ. അതിങ്ങനെ അക്കൗണ്ടിൽ വന്ന് കുമിഞ്ഞുകൂടുന്നതിൻ്റെ അഹങ്കാരമാണ് തള്ളക്കി. അവരാണെങ്കിൽ ഇന്ത്യ മുഴുവൻ ടൂർ അടിക്കാൻ പോവാണ്. ഏതോ ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്യുന്ന കണ്ട്. എടാ അളിയാന്ന് ഫ്ലൈറ്റിലൊക്കെ കയറി പോകുന്നതിന് പാസ്പോർട്ടും വിസയൊക്കെ വേണ്ടേ എന്നിങ്ങനെ സുശീലൻ ചോദിക്കുവാണ്. ഡൊമസ്റ്റിക്കിൽ പാസ്പോർട്ടും വിസയും ഒന്നും വേണ്ട, വെറും ഐഡന്റിറ്റി കാർഡ് മാത്രം മതി. ഈ ഇന്റർനാഷണലിലൊക്കെ പോകുന്നതിനാ പാസ്പോർട്ടും ഒക്കെ വേണ്ടത്. അല്ലടാ, ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ ഇതിനുള്ള പണമൊക്കെ ഇവർക്ക് എവിടുന്നാന്ന് മറ്റുള്ളവർ ചോദിച്ചാൽ എന്ത് പറയും? എടാ സുശീല, ഇപ്പോഴേ പ്രിയയ്ക്ക് സംശയം തുടങ്ങിക്കഴിഞ്ഞു. ഇത് വലിയ പുലിഭാഗം. എടാ അളിയ, ഇത് ഗവൺമെന്റിലുള്ള തട്ടിപ്പാ. എങ്ങനെയെങ്കിലും ലീക്കായി പുറത്തായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയെ പ്രതാപൻ സാറ് രാജിവെക്കേണ്ടി വരും. നിന്റെ അളിയൻ രാജു, പിന്നെ നീ, ഒടുവിൽ ഞാൻ, എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരും. അയ്യോ, ഇനി എന്ത് ചെയ്യുവടാ എന്ന് സുശീലിനോട് ചോദിക്കുമ്പോൾ സുശീലൻ പറഞ്ഞു, എങ്ങനെയും ഈ കാര്യം ലീക്ക് ചെയ്യാതിരുന്നാൽ മതി. എൻ്റെ അമ്മയോടൊന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാനും പറ. എൻ്റെ പണി വരാൻ പോകുന്ന ചെറുതല്ലെന്നേ നീ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പിന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ഞാൻ നിന്നെ വിളിച്ച് പറയാനിരിക്കുമായിരുന്നു. അവരെ വിചാരിച്ചതിലും കൂടുതൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സിസ്റ്റത്തെക്കുറിച്ചാണെങ്കിൽ ദിനം പ്രതി വലിയ കംപ്ലൈൻറ്റുമാണ്. എത്രയും വേഗം മുഴുവൻ കമ്മീഷനും അങ്ങ് ഊറ്റിയെടുക്കാൻ നോക്ക്. ഈ വീണ് പോയാൽ എൻ്റെ ജയ പണി പാളുവേ. അങ്ങനെ നീ ആദ്യം നിന്റെ അമ്മയെ നിലയ്ക്ക് നിർത്ത് എന്ന് പറഞ്ഞിട്ട് സുശീലൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. സന്തോഷത്തോടെ ഹരീഷിൻ്റെ മടിയിൽ കിടക്കുന്ന ശ്രീകുട്ടിയെ തലോടിക്കൊണ്ട് ഹരീഷ് പറയുന്നു, അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ശ്രീകുട്ടി ഒരു അമ്മയായി. ചെത്തി നടക്കേണ്ട പ്രായത്തിൽ എൻ്റെ ഹരീഷേട്ടൻ ഒരച്ഛനുമായി. ഹരീഷേട്ടൻ്റെ ആഗ്രഹം എന്തോ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? എനിക്ക് പെൺകുട്ടി വേണമെന്ന ആഗ്രഹം എന്ന് ഹരീഷ് പറയുമ്പോൾ, അതെന്താ അങ്ങനെ പറഞ്ഞ് എന്ന് ശ്രീ ചോദിക്കുവാണ്. അതെന്താന്ന് വെച്ചാലേ, പെൺകുട്ടിയാകുമ്പോൾ തലവേദന ഉണ്ടായില്ല. അങ്ങനെയൊന്നും അല്ല ഹരീഷേട്ടാ, ആൺകുട്ടികളും പൊതുവെ പാവമാണ് ഇപ്പോൾ. അല്ല, ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നില്ലേ? അങ്ങനെ സ്ത്രീക്ക് എന്തൊക്കെയാണ് ആഗ്രഹമുള്ളത്? പച്ചമാങ്ങായോ മസാല ദോശയോ ചിക്കൻ 65 അങ്ങനെ എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ആരായിരിക്കും? ലതച്ചേച്ചി ആയിരിക്കും എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മി നോക്കാനായിട്ട് വരുമ്പോൾ വേണുവേട്ടനും രാധമ്മയും പ്രിയയാണ് നിൽക്കുന്നത്. അവരെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ശ്രീലക്ഷ്മി ഓടി വരുന്ന അമ്മേന്ന് കെട്ടിപ്പിടിക്കുവാണ്. അത് കണ്ടുകൊണ്ട് പ്രിയ പറയുന്നു, മോളെ ഇപ്പോഴിങ്ങനെ ഓടി വന്നതിരിക്കട്ടെ, ഇങ്ങനൊന്നും ഓടി വരരുത്, മോള് ശരീരമൊന്നും അനക്കല്ലേ. അങ്ങനെ അവർ സന്തോഷത്തോടെ ശ്രീലക്ഷ്മി എല്ലാവരും സ്നേഹിക്കുവാണ്. വേണുവേട്ടൻ അപ്പോൾ ഹരീഷിനോട് പറയുന്നത്, മോനെ ഇപ്പോൾ അടുത്തുള്ള ലതയല്ലേ നോക്കുന്നത്, സ്വന്തം അമ്മ അടുത്തുള്ളപ്പോൾ മറ്റൊരാൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ മോനെ. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? താല്പര്യമില്ലാത്ത ഭാവത്തിലാണ് വേണുവേട്ടനോട് ചോദിക്കുന്നത്. ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ സ്വന്തം അമ്മയുടെ സ്നേഹവും പരിലാളനയൊക്കെയാണ് വേണ്ടത്
എന്നിങ്ങനെ പറയുമ്പോൾ ഹരീഷ് ഇങ്ങനെ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത ഭാവത്തിൽ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശ്രീലക്ഷ്മിയെ വേണുവേട്ടൻ്റെയും രാധമ്മയുടെയും കൂടെ വിടുവോ, ഇനി അതിനെ എതിർക്കുമോ? ആ എതിർക്കുന്ന സാഹചര്യത്തിൽ ആ തക്കം നോക്കി രുക്മിണി അവരുടെ ജീവിതത്തിൽ കയറി കളിക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.